കഴിഞ്ഞ ദിവസം ന്യൂ ഇയർ വിഷസ് ഒക്കെ ഞാൻ പോസ്റ്റ് ചെയ്തപ്പോൾ അതിലൊരു പയ്യൻ എനിക്ക് മെസ്സേജ് അയച്ചു. ബ്രോയുടെ പോസ്റ്റുകളൊക്കെ കാണാറുണ്ട്, ഞാൻ എൻ്റെ ജീവിതത്തിൽ വലിയ എൻട്രപ്രണർ ആവണം എന്ന് പറഞ്ഞ് ബിസിനസ് ചെയ്യാൻ തുടങ്ങിയ ആളാണ്. പക്ഷെ എൻ്റെ ബിസിനസ്സൊക്കെ പൊളിഞ്ഞു, എൻ്റെ വീട് വരെ പോയി, ഇപ്പോൾ വാടക വീട്ടിലാണ് താമസം. ഇനി എന്ത് ചെയ്യും എന്നെനിക്ക് അറിയുന്നില്ല. ബ്രോയുടെ പോസ്റ്റുകളൊക്കെ കാണുമ്പോൾ അത് വലിയ ഒരു പ്രതീക്ഷയാണ് നൽകുന്നത് എന്ന് പറഞ്ഞ് ഒരാൾ എനിക്ക് മെസ്സേജ് അയച്ചു. സത്യത്തിൽ ആ പ്രതീക്ഷകളാണ് നമ്മളെ മുന്നോട്ട് നയിക്കേണ്ടത്. ജീവിതത്തിൽ സെറ്റ് ബാക്സ് ഒക്കെ ഉണ്ടാവും, ജീവിതത്തിൽ പരാജയങ്ങളുണ്ടാവും. വിജയങ്ങൾ മാത്രം ഉള്ള ഒരു മനുഷ്യനെ ഈ ഭൂമിയിൽ കാണിച്ചു തരാൻ പറ്റുമെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം ഇല്ല എന്നായിരിക്കും. കാരണം ജീവിതത്തിൽ ഇപ്പോൾ സക്സസ്ഫുൾ ആണെന്ന് നിങ്ങൾ കരുതുന്ന മുഴുവൻ മനുഷ്യരും നിങ്ങൾ കടന്നുപോയ നാളുകളിലൂടെ, നിങ്ങൾ അനുഭവിച്ച പ്രയാസങ്ങളിലൂടെ, നിങ്ങൾ അനുഭവിച്ച ബുദ്ധിമുട്ടുകളിലൂടെ, നിങ്ങൾ അനുഭവിച്ച കരച്ചിലൂടെ, സങ്കടങ്ങളിലൂടെ, വിഷമങ്ങളിലൂടെ കടന്നുപോയ ആളുകളാണ്. അവർക്കൊന്നും ഒരു സുപ്രഭാതത്തിൽ സക്സസ് ഉണ്ടായി വന്നതല്ല. അതെല്ലാം അവർ തുടങ്ങി വെച്ചൊരു പ്രക്രിയയുടെ ഭാഗമായി, അവരിട്ട എഫേർട്ടിൻ്റെ ഭാഗമായി, അവർ നടത്തിയ യാത്രകളുടെ ഭാഗമായി വന്നതാണ്. നോക്കൂ, നമ്മളെപ്പോഴും, എനിക്ക് നിങ്ങളോട്, യൂത്തിനോട് പറയാനുള്ളത്, നമ്മളെപ്പോഴും ജീവിതത്തിൽ സക്സസ് ആവണമെങ്കിൽ ഒരു ഡ്രീം എന്ന് പറയും, നിങ്ങളുടെ ഡ്രീം എന്ന് പറയുന്നത് ഇറ്റ്സ് വെരി ബിഗ്. വലുതായി സ്വപ്നം കാണുക. വലുതായി സ്വപ്നം കാണുക എന്ന് പറയുന്നത് നിങ്ങൾക്കൊരു 10,000 രൂപ ഉണ്ടാക്കാൻ പറ്റിയാൽ ആ 10,000 രൂപ ഉണ്ടാക്കണം എന്നുള്ളതായിരിക്കരുത് നിങ്ങളുടെ സ്വപ്നം. നിങ്ങളുടെ സ്വപ്നം എന്ന് പറയുന്നത് നിങ്ങളെ കൊണ്ട് ഒരു കാലത്തും നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ പറ്റില്ല എന്ന് നിങ്ങൾ കരുതുന്ന എന്താണോ അത് നിങ്ങൾ സ്വപ്നം കാണണം. ആ സ്വപ്നത്തിന് വേണ്ടി പ്രയത്നിക്കണം. അത് ഇന്നു മുതൽ തുടങ്ങണം. അങ്ങനെ ഇന്നു മുതൽ തുടങ്ങുമ്പോൾ ആ സ്വപ്നങ്ങൾക്ക് ഞാൻ ഇന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണെന്ന് ആലോചിച്ച് ആ സ്വപ്നങ്ങളുടെ ഒരു പദ്ധതി. ഇപ്പൊ നോക്കൂ, നമ്മളൊരു ഷോപ്പിംഗ് മാള് കെട്ടണം, വലിയൊരു ഷോപ്പിംഗ് മാള് കെട്ടണം. ആ ഷോപ്പിംഗ് മാള് കെട്ടണമെന്ന് ആ ഓൺട്രപ്രണർ ആലോചിക്കുമ്പോൾ അതിനെത്ര നിലകൾ ഉണ്ടാകണം, അതിനെത്ര റൂം ഉണ്ടാകണം, അതിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ എന്താവണം, എത്ര സ്ക്വയർ ഫീറ്റ് ഉണ്ടാകണം, ആ ഷോപ്പിംഗ് മാളിൽ എന്ത് കളർ പെയിന്റ് അടിക്കണം എന്നുവരെ ആ ഓൺട്രപ്രണറുടെ മനസ്സിലുണ്ടാകും. എങ്കിലാണ് അയാൾ സ്വപ്നം കണ്ട ഒരു ഷോപ്പിംഗ് മാൾ അയാൾക്ക് കെട്ടിത്തീർക്കാൻ പറ്റുള്ളൂ. അതുപോലെ നമ്മുടെ സ്വപ്നങ്ങളും സ്പെസിഫിക് ആയിരിക്കണം. സ്പെസിഫിക് എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ സ്വപ്നങ്ങളെ കുറിച്ചൊരു ധാരണ ഉണ്ടാകണം. എനിക്ക് ഇത് ഇന്ന വഴിയിലൂടെ പോയാലാണ് നടപ്പിലാക്കാൻ കഴിയുക എന്ന് പറഞ്ഞ് നമ്മുടെ സ്വപ്നങ്ങളുടെ പുറകെ നിങ്ങൾ സഞ്ചരിക്കണം, നിങ്ങൾ യാത്ര ചെയ്യണം. നിങ്ങൾ വീട്ടിലിരുന്നത് കൊണ്ട്, എനിക്കെല്ലാം പരാജയപ്പെട്ടു എന്ന് പറഞ്ഞ് നിങ്ങൾ വീട്ടിലിരുന്നത് കൊണ്ട്, അല്ലെങ്കിൽ കൂട്ടുകാരുടെ ഇടയിൽ ഇരുന്ന് നിങ്ങളുടെ സങ്കടം മാത്രം ഷെയർ ചെയ്തത് കൊണ്ട് നിങ്ങൾ ജീവിതത്തിൽ ഒരു എവിടെ എത്തില്ല. നിങ്ങൾ ചെയ്യേണ്ടത് വലുതായി സ്വപ്നം കാണുക, ആ സ്വപ്നങ്ങൾക്ക് വേണ്ടി യാത്ര ചെയ്യുക. യാത്ര ചെയ്യുമ്പോഴാണ് നമുക്ക് ഓരോ അച്ചീവ്മെന്റ്സ് ഉണ്ടാവുക, ഓരോ പുതിയ കാര്യങ്ങൾ, പുതിയ ഓപ്പർച്യൂണിറ്റികൾ നമ്മുടെ മുമ്പിലേക്ക് വരിക നമ്മൾ യാത്ര ചെയ്യുമ്പോഴാണ്. അതുകൊണ്ട് ഞാൻ ഫോളോ ചെയ്യുന്ന ഒരു കാര്യമാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്യാനുള്ളത്. വലുതായി സ്വപ്നം കാണുക, നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ പറ്റാത്ത അത്രയും വലിയ സ്വപ്നങ്ങൾ ഉണ്ടാക്കുക, അതിനുവേണ്ടി പദ്ധതികൾ ഉണ്ടാക്കുക, അതിനുവേണ്ടി യാത്ര ചെയ്യുക, സഞ്ചരിക്കുക, അതിന്റെ പുറകെ നടക്കുക. നിങ്ങൾ അച്ചീവ് ചെയ്യും, ഉറപ്പാണ്. എഴുതി വെച്ചോ, മാർക്ക് മൈ വേർഡ്സ്. ഓക്കെ, താങ്ക് യു.